നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ വൻ ട്വിസ്റ്റുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് പൂഴ്ത്തിയപ്പോൾ സാക്ഷാൽ പിണറായിക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇണ്ടാസ്. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലിഫ് ഹൌസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഫെമ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. രാഹുൽ വിഷയത്തിൽ തടി തപ്പാൻ മസാല ബോണ്ടിൽ പിടിമുറുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. കിഫ്ബിക്ക് നേരെ വലിയ ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉയർന്നു വന്നത്. ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്ന കാലത്ത് വലിയ അഴിമതി കിഫ്ബിയുടെ മറവിൽ നടത്തി എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതായത് കിഫ്ബിയെ സംസ്ഥാന സർക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഒരു വലിയ പൊട്ടിത്തെറി 2019 ശക്തമായി ഉയർന്നു വന്നതാണ്. അപ്പോഴൊക്കെയും കിഫ്ബിയെ സംരക്ഷിച്ച് തോമസ് ഐസക് ആയിരുന്നു രംഗത്തുണ്ടായിരുന്നത്. കേന്ദ്ര അന്വേഷണങ്ങൾ കിഫ്ബിക്ക് നേരെ വന്നപ്പോൾ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പല അന്വേഷണങ്ങൾ കിഫ്ബിക്ക് നേരെ മുൻപ് വന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെയും കേന്ദ്രത്തിനെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരുന്നതും തോമസ് ഐസക് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കിഫ്ബിയെ തൊടാൻ പോലും തോമസ് ഐസക് അനുവദിച്ചിരുന്നില്ല. എന്നാൽ മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് മസാല ബോണ്ട് ഇറക്കുന്നതിൽ മുൻപിൽ നിന്നിരുന്നത്. ഇതിൽ മറ്റൊരു വിഷയമുണ്ട്. അതായത് മസാല ബോണ്ട് ഇറക്കിയതിൽ വലിയ സാമ്പത്തിക നേട്ടം SNC ലാവ്ലിൻ എന്ന കമ്പനിക്ക് ഉണ്ടായി എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. വലിയൊരു ആരോപണമായിരുന്നു ശക്തമായി പുറത്തേക്ക് വന്നത്. SNC ലാവ്ലിൻ എന്ന കമ്പനി മുഖ്യമന്ത്രി മുൻപ് അഴിമതി നടത്തിയ പേരുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിൽ ഇടം പിടിച്ചു നിൽക്കുന്ന കമ്പനിയാണല്ലോ. പ്രത്യേകിച്ച് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കിടക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു കമ്പനി, ഈ കനേഡിയൻ കമ്പനിയുമായി വീണ്ടും കൈ കൊടുത്തുകൊണ്ട് വലിയൊരു അഴിമതിക്ക് ഇവർ കളമൊരുക്കി എന്നുള്ള വലിയ ആക്ഷേപവും ആരോപണവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. 3 വർഷമായി കിഫ്ബി മസാല ബോണ്ടിൽ ED അന്വേഷണം ശക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു റിപ്പോർട്ടും പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്ക് അയക്കുകയോ ചെയ്തിരുന്നില്ല. 2 തവണ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെയും EDക്ക് നേരെ ചീറി അടുക്കുകയായിരുന്നു തോമസ് ഐസക്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു നോട്ടീസ് നൽകുമ്പോൾ ഇതിൽ രാഷ്ട്രീയം മാറുകയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് അഴിമതിയിൽ വലിയ പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇത് മാത്രമല്ല, കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ മുഖ്യമന്ത്രി മുൻപ് കൈകഴുകിയിരുന്നു. തോമസ് ഐസക് ആണ് ധനമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പാനുള്ള ഒരു നീക്കം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെ തടി തപ്പാൻ ഒന്നും മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം കിഫ്ബി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ തോമസ് ഐസക്കിന് മാത്രമായി മസാല ബോണ്ട് ഇറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കൂട്ടായ ഒരു തീരുമാനമാണ് എന്ന് തനിക്ക് നേരെ വലിയ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി എല്ലാം തന്റെ തലയിൽ കൊണ്ടിടുന്നു എന്നും ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ തോമസ് ഐസക് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് മാത്രമായി മസാല ബോണ്ട് ഇറക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ചേർന്നാണ് കൂട്ടായ ഒരു തീരുമാനം എടുത്തതെന്നും മസാല ബോണ്ട് ഇറക്കിയതെന്നും തോമസ് ഐസക് മുഖ്യമന്ത്രിയെ കുടുക്കി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൌസിലേക്ക് ആ നോട്ടീസ് എത്തുമ്പോൾ വലിയ ഒരു അഴിമതിക്ക് മുഖ്യമന്ത്രിയും കൂട്ടുനിന്നു എന്ന് പുറത്തേക്ക് വരികയാണ്. വലിയ ഗൂഢാലോചനയാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇതിലും കുറച്ചു പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു. മസാല ബോണ്ട് അപകടമാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാവ്ലിൻ കമ്പനിയുമായുള്ള ഡീലാണ് നടന്നത്. ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണെന്നും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ലാഭം ചിലർക്കുണ്ടായിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ED നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP അനുകൂല നിലപാട് എടുപ്പിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചു. ആര് പൊക്കിയാലും കേരളത്തിൽ BJP പൊങ്ങില്ല. മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാലാണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശനിയാഴ്ചയായിരുന്നു ED മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയത്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കുരുക്കാകാൻ പോകുന്നത്. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്.
മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകർ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട്. കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലായിരുന്നു മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. വിഷയത്തിൽ തോമസ് ഐസക്കിന് ഇഡി നേരത്തെയും സമൻസ് അയച്ചിരുന്നു. വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കാൻ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഇറക്കാവുന്ന ബോണ്ടാണ് മസാല ബോണ്ട്. വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിലെ വർധന തിരിച്ചടവിൽ ബാധിക്കും. മസാല ബോണ്ടിൽ ഈ അപകടമില്ല. കിഫ്ബി 2019 2150 കോടി രൂപയാണ് മസാല ബോണ്ടിലൂടെ എടുത്തത്. 5 വർഷത്തേക്ക് 9.723% പലിശ നിരക്കിൽ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവ ലിസ്റ്റ് ചെയ്തിരുന്നത്. കിഫ്ബിക്ക് 2672.8 കോടി രൂപയ്ക്ക് വരെ മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് NOC നൽകിയിരുന്നുവെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. എന്നാൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അനുമതി നൽകിയതെന്നാണ് സൂചന. കൂടിയ പലിശ, SNC ലാവ്ലിനുമായി ബന്ധമുള്ള കനേഡിയൻ സ്ഥാപനം ബോണ്ട് വാങ്ങി എന്നീ ആരോപണങ്ങളാണ് മസാല ബോണ്ടിനെതിരെ ഉയർന്നത്. 9.723% പലിശ വിദേശ ആഭ്യന്തര വിപണികളിൽ ഉയർന്ന നിരക്കാണ്. HDFCക്ക് 2015 6.3% മസാല ബോണ്ട് ഇറക്കാനായി. ദേശീയപാത അതോറിറ്റി, NTPC എന്നിവയ്ക്കൊക്കെ 8% താഴെയായിരുന്നു പലിശ. കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ വായ്പ കിട്ടിയത് കുറഞ്ഞ നിരക്കിലാണ്. ഇതാണ് മസാല ബോണ്ടിനെ വിവാദത്തിലാക്കിയത്. സംസ്ഥാനതല സ്ഥാപനം എന്ന നിലയിൽ കുറഞ്ഞ റേറ്റിംഗ് ആയ BB ആയിരുന്നു കിഫ്ബിക്ക്. റേറ്റിംഗ് കൂടിയ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പലിശ നിരക്കുമായി ഇതിനെ താരതമ്യപ്പെടുത്താനാവില്ല. മസാല ബോണ്ടിന്റെ പലിശ നിരക്ക് ഡോളറിൽ കണക്കാക്കിയാൽ 4.68% മാത്രമേ ഉള്ളൂ. ആഭ്യന്തര വിപണിയിൽ കിഫ്ബി ടെൻഡർ വിളിച്ചപ്പോൾ വന്നത് 10.15% കിഫ്ബി വിശദീകരിച്ചിരുന്നു. SNC ലാവ്ലിൻ എന്ന കനേഡിയൻ കമ്പനിയിൽ നിക്ഷേപമുള്ള CDPQ ആണ് മസാല ബോണ്ടിന്റെ നല്ലൊരു പങ്കും വാങ്ങിയത്. ലാവ്ലിനുമായി ബന്ധപ്പെട്ട് മുൻപുയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ദുരൂഹതയുണ്ട്. CDPQവിന് ലാവ്ലിനിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്നായിരുന്നു കിഫ്ബിയുടെ വാദം. ആർക്ക് വേണമെങ്കിലും ഈ ബോണ്ടുകൾ വാങ്ങാമായിരുന്നു. ഒരു സംസ്ഥാനം വിദേശത്ത് നിന്ന് കേന്ദ്ര സർക്കാർ വഴിയല്ലാതെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് CAG ചൂണ്ടിക്കാട്ടുന്നു. CAG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് അന്വേഷണം തുടങ്ങിയതെന്ന് ED കോടതിയിൽ നേരത്തെ നിലപാടെടുത്തിരുന്നു. മസാല ബോണ്ട് പൂർണ്ണമായും നിയമപരമാണെന്ന് തോമസ് ഐസക്കും കിഫ്ബിയും ഇതിനോട് പ്രതികരിച്ചത്. ഏതായാലും 400 കോടിയാണ് കേരളം തിരിച്ചടച്ചത്. ഇത് ഖജനാവിന് വലിയ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട്. CAG അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എയർലി എക്സിറ്റ്, ഉയർന്ന പലിശ നിരക്ക് എന്നിവ കാരണമാണ് ഇത് സംഭവിച്ചത്. കിഫ്ബിയുടെ 2150 കോടിയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഈ കണ്ടെത്തലാണ് കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാ അനുച്ഛേദത്തിന്റെ ലംഘനമായാണ് മസാല ബോണ്ട് വഴി കിഫ്ബി പണം സമാഹരിച്ചതെന്ന് CAG പറയുന്നു. ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് 3100 കോടിയുടെ ബാധ്യത വരുത്തിയെന്നും CAG വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ കേന്ദ്ര അനുമതി വാങ്ങാതെ ആഭ്യന്തര കടമെടുപ്പ് പോലും പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി ആഭ്യന്തര വായ്പ എടുത്തത് ഈ വ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് CAGയുടെ മറ്റൊരു കണ്ടെത്തൽ. കിഫ്ബിയെ സർക്കാർ സ്ഥാപനമായി CAG കാണുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമെന്ന പോലെയാണ് കേരള സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്ന കാലത്ത് കിഫ്ബി വഴി വലിയ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിലെല്ലാം വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്നും ആരോപണം അന്നു മുതൽ തന്നെ ശക്തമായതാണ്. കിഫ്ബി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക നട്ടെല്ലാണ്. കാരണം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വലിയ നേട്ടവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനവുമാണ് കിഫ്ബി. എന്നാൽ ഇതേ കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നുണ്ടെന്നും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയും ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്നും വലിയ ആരോപണം ശക്തമാണ്. സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് നേരെ ഇത്ര വലിയ ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. പക്ഷേ അതിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. സർക്കാർ എപ്പോഴും കിഫ്ബിക്ക് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. ഇത് ഈ സ്ഥാപനത്തെ
ഇവിടുത്തെ വികസനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് നടക്കുന്നതെന്നും ഇത് കേന്ദ്രത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമാണെന്നും കേരളത്തെ വേട്ടയാടാൻ കിഫ്ബിയെ ഉപയോഗപ്പെടുത്തുകയാണെന്നും കിഫ്ബിക്ക് നേരെയുള്ള ഒരു നീക്കവും അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനമാണ് നടത്തുന്നത്. എന്നാൽ അതിന് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അത് ബോധ്യപ്പെടുത്താൻ ഇനിയെങ്കിലും സർക്കാർ മുൻപോട്ട് വരണം. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് രൂപീകരിച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് 1999 നവംബർ 11 കിഫ്ബി ആരംഭിച്ചത്. LDF സർക്കാർ 2016 അധികാരമേറ്റെടുത്തപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. 2016-17 ബജറ്റ് പ്രസംഗത്തിൽ രണ്ടാം മാന്ദ്യവിരുദ്ധ പാക്കേജിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ധനമന്ത്രി TM തോമസ് ഐസക് കിഫ്ബിയെക്കുറിച്ച് പരാമർശിച്ചത്. ബജറ്റിലെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: കിഫ്ബി ആക്ടിന്റെ ചട്ടങ്ങൾ പരിഷ്കരിക്കും. ഇതുവഴി സെബിയും RBIയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കിഫ്ബിയെ സജ്ജമാക്കും. നിക്ഷേപകർക്കുള്ള പണത്തിന്റെ മടക്കിക്കൊടുക്കലിനും കടമെടുത്ത തുകയുടെ വീണ്ടെടുപ്പിനുമായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ തുകയും ഓഗസ്റ്റ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസത്തിനു മുൻപ് മടക്കിക്കൊടുക്കും. മോട്ടോർ വാഹന നികുതി തുടക്കത്തിൽ 10%, പിന്നീട് ഉയർത്തി 50% കിഫ്ബിക്ക് നൽകും. പെട്രോൾ സെസ്സും കിഫ്ബിക്കായിരിക്കും. സമാഹരിക്കുന്ന നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകി. കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ഖജനാവിൽ നിക്ഷേപിക്കുകയോ വകുപ്പുകൾ വഴി ചെലവാക്കുകയോ ചെയ്യില്ല. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെബ്റ്റ് ഫണ്ട് എന്നിവയിലൂടെയാണ് കിഫ്ബിയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സാധ്യമാകുന്നത്. ഗതാഗതം, ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം, IT, ജല ശുചീകരണം എന്നീ മേഖലകളിലെ വികസനമാണ് കിഫ്ബിയുടെ സർക്കാർ നടത്തുന്നത്. കേഫോൺ, പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമ പാർക്ക്, തീരദേശ മലയോര ഹൈവേ, പവർ ഹൈവേ, ലൈഫ് സയൻസ് പാർക്ക്, ഹൈടെക് സ്കൂൾ പദ്ധതി തുടങ്ങിയവയാണ് കിഫ്ബിയുടെ പ്രധാന പദ്ധതികൾ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ, അതായത് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ED നോട്ടീസ് അയക്കുമ്പോൾ ഇതത്ര നിസ്സാര വിഷയമായി കാണാൻ കഴിയുകയില്ല. കൃത്യമായി കേന്ദ്രം ഒരു രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത്. കാരണം 3 വർഷമായി ഇതിൽ അന്വേഷണം നടക്കുമ്പോഴൊന്നും ഒരു വിവരങ്ങളും പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിലേക്ക് നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ അത് മാറ്റിവെച്ച് ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാരിനെ വെട്ടിലാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.